ദൈവ തിരുനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് മേഘ. ഞങ്ങൾ കോട്ടയത്തു നിന്നാണ് വരുന്നത്. എനിക്ക് ആദ്യത്തെ സാക്ഷ്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ 10 വർഷമായിട്ട് എനിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അതായത് ഞങ്ങൾ സ്നേഹിച്ച് കെട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് നല്ല പ്രഷറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും വീട്ടുകാർ തന്നെയാണ് ഞങ്ങളുടെ കല്യാണം നടത്തി തന്നത്. കുഞ്ഞിന് വേണ്ടിയിട്ട് ഞങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ ഞങ്ങൾ ഒത്തിരി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തൈറോയ്ഡ് കൂടുതലായതുകൊണ്ട് ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു തൈറോയ്ഡ് ഹൈ റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ സ്റ്റാഫ് നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന എല്ലാ ഹോസ്പിറ്റലിലും എൻഡോക്രൈനോളജി ഡോക്ടേഴ്സിനെ കൊണ്ട് കാണിച്ചപ്പോഴത്തേനും അവർ പറഞ്ഞു, മേഘ, ഈ സമയത്ത് നീ കൺസീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുഞ്ഞിന് റിസ്ക് ആയിരിക്കും, കുഞ്ഞിന് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് വരും, അതെല്ലാം റിസ്ക് എടുത്ത് നിങ്ങളെ കൺസീവ് ആയി കഴിഞ്ഞാൽ നിനക്കും അത് റിസ്ക് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് റിസ്ക്കാണ്, കുഞ്ഞിനും റിസ്ക്കാണ് ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു വേണ്ട, നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് അപ്പോൾ എൻ്റെ വീട്ടുകാരും ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും പറഞ്ഞു നിങ്ങൾ ഡോക്ടേഴ്സിനെ കൊണ്ട് കാണിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ട്രീറ്റ്മെൻറ്റിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല, ട്രീറ്റ്മെൻറ്റ് ഞാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഹസ്ബൻഡ് സൗദി വർക്ക് ചെയ്യാനായിട്ട് പുള്ളി തിരിച്ച് വീണ്ടും ഗൾഫിലേക്ക് പോയി. അപ്പം ഞാനും അങ്ങ് ഇതായിപ്പോയി, ഇനിയിപ്പം കുഞ്ഞുങ്ങളുണ്ടാകാൻ വീണ്ടും ലേറ്റ് ആകും. 2 വർഷം കഴിഞ്ഞ് വീണ്ടും ഞാൻ ചെക്ക് ചെയ്തു, തൈറോയ്ഡ് ചെക്ക് ചെയ്തു. ഹസ്ബൻഡ് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ നോർമലായിരുന്നു. പക്ഷേ പുള്ളി നാട്ടിൽ വന്ന് ഇന്ന് ഞങ്ങൾ കൺസീവ് ആകാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അപ്പോഴും സെയിം തൈറോയ്ഡ് എനിക്ക് കൂടുതലായതുകൊണ്ട് എനിക്ക് കുഞ്ഞിനെ കൺസീവ് ആകാൻ പറ്റിയില്ല. അങ്ങനെ വെയിറ്റ് ചെയ്ത് എനിക്ക് തൈറോയ്ഡ് വളരെയധികം കൂടുതലായി. 500 വരെ പോയിട്ട് 150, 200 വരെയായിരുന്നു ഞാൻ ടാബ്ലറ്റ് ഡോസ് എടുത്തുകൊണ്ടിരുന്നത്. എന്നെ ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ഡോക്ടേഴ്സ് വരെ എന്നോട് ചോദിച്ചു, ഇത്രയും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന തനിക്ക് യാതൊരുവിധമായ ഒരു ബുദ്ധിമുട്ടും തോന്നാറില്ലേ, തനിക്ക് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് തോന്നുന്നുണ്ടോ, തനിക്ക് ചെവിക്ക് എന്തെങ്കിലും കേൾവിക്കുറവുണ്ടോ, കണ്ണിന് കാഴ്ചയുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എനിക്ക് ഇന്ന് വരെയും ഒരു കുഴപ്പങ്ങളും ഉണ്ടായിട്ടില്ല. അങ്ങനെ ലാസ്റ്റ് ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് മുഖേനയാണ് ഞങ്ങൾ കൃപാസനത്തിനെ കുറിച്ച് അറിയുന്നത്. ഹസ്ബൻഡ് അതും ഒരു സാക്ഷ്യമാണ്. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിന് പുള്ളിക്കാരൻ്റെ വൈഫ് ഒരു ക്യാൻസർ രോഗിയായിരുന്നു. അവരിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അവർ സ്കാനിങ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവരോട് പറഞ്ഞു ഓൾറെഡി ക്യാൻസർ സ്പ്രെഡായി, ഇനി നിങ്ങളുടെ വൈഫിന് വേറെ ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല, ലാസ്റ്റ് സ്റ്റേജാണെന്ന് പറഞ്ഞു. അവരിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് എല്ലാം ഇതും ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സ്കാനിങ് കൂടെ ചെയ്ത് നോക്കാമെന്നുള്ള ഇതുകൊണ്ടാണ് അവർ പോയി ചെയ്ത് നോക്കിയപ്പം അവിടെ ആ ഡോക്ടർമാർ പറഞ്ഞത് മാറ്റിയിട്ട് ഒരു സ്കാനിങ്ങിനകത്ത് ഒന്നുമില്ലാത്ത നോർമൽ റിപ്പോർട്ടാണ് അവർക്ക് കിട്ടിയത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കും അത്ര വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. ഞാനോർത്ത് എല്ലായിടത്തും എല്ലാവരും ഇത് പറയുന്നത് പോലെ ആയിരിക്കും എന്നുള്ളൊരിത് മാത്രമേ എൻ്റെ മനസ്സിലും തോന്നിയുള്ളൂ. എന്നിട്ടും എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് പോകാം, പോയി ജസ്റ്റ് പ്രാർത്ഥിക്കാം, എന്താകും എന്നറിയത്തില്ല, നമുക്ക് പോയി പ്രാർത്ഥിച്ച് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഹസ്ബൻഡും ഇവിടെ വന്നു. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ജോയിൻ്റ് ഉടമ്പടിയാണ് എടുത്തത്. ഉടമ്പടി ചെയ്തത് മുഴുവൻ ഞാനാണ്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ക്ലാസ് അറ്റൻഡ് ചെയ്തു. രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതും തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും ഫാസ്റ്റിംഗ് എടുക്കുന്നതും എല്ലാം ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് 2023 ഒക്ടോബർ 30 ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തു, ഇവിടെ വന്ന് തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ എനിക്ക് 2 ഉടമ്പടിയായിരുന്നു. ഒന്ന് കുഞ്ഞിന് വേണ്ടിയിട്ടും ഒന്ന് എനിക്ക് ജോലി ഇല്ലാതെ ഞാൻ നാട്ടിൽ നിൽക്കുകയായിരുന്നു. അപ്പം നിയോഗം അതായിരുന്നു. ഞാൻ നാട്ടിൽ വന്ന് നിന്നത് എനിക്ക് കുഞ്ഞുണ്ടാകാത്തത് കൊണ്ട് കുഞ്ഞിന് വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് നാട്ടിൽ വന്ന് നിന്നത്. പക്ഷേ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടൊന്നും ആകുന്നില്ലാത്തതുകൊണ്ട് തിരിച്ച് ഞാൻ ജോലിക്ക് തന്നെ പോകാമെന്നുള്ള പ്ലാനായി. ഹസ്ബൻഡും പറഞ്ഞു നീ ജോലിക്ക് പോയി നമുക്ക് ഒരുമിച്ച് ജോലിക്ക് പോകാം എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തു. എങ്ങും കിട്ടുന്നില്ലായിരുന്നു. DHIക്ക് വേണ്ടിയിട്ട് ഞാൻ 2 പ്രാവശ്യം എക്സാം എഴുതി, 2 പ്രാവശ്യം പാസ്സായില്ല. അതോടുകൂടി എൻ്റെ മനസ്സ് ഡൗൺ ആയി. ഇനി ഞാൻ എക്സാം എഴുതി എനിക്ക് കിട്ടില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഞാൻ എൻ്റെ മനസ്സേ തളർന്നു പോയി. അറ്റ് ലാസ്റ്റ് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് മുഖേന എനിക്ക് ദുബായിൽ ജോലിയായി. അത് ജനുവരി 19 എനിക്കവിടെ ജോയിൻ ചെയ്യണം. ഞങ്ങൾ വരുന്നത് ഇവിടെ ഒക്ടോബറിലാണ്. നവംബർ ഡിസംബറിലൊക്കെ ഞാൻ ജോലിക്ക് വേണ്ടിയിട്ട് ഒത്തിരി ട്രൈ ചെയ്തു. എന്നിട്ടൊന്നും ശരിയാകാഞ്ഞത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞത് ഈ ഒക്ടോബറിൽ ഇവിടെ വന്നു. നവംബർ ഡിസംബർ കഴിഞ്ഞിട്ട് എനിക്ക് പീരീഡ്സ് ഒന്നും ആകാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു തൈറോയിഡിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കാം, ഇങ്ങനെ ഹോർമോണൽ ചേഞ്ച് കൊണ്ടായിരിക്കും വരാത്തതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അന്നേരം ഒന്നും ടെസ്റ്റ് ചെയ്തില്ല. ജനുവരിയിൽ എനിക്ക് പോകേണ്ടത് കൊണ്ട് ഡിസംബർ 16 ഞാൻ ചുമ്മാതെ
എനിക്ക് മനസ്സുകൊണ്ടേ ഒരു ഉറപ്പില്ല, എനിക്ക് ആകത്തില്ല എന്ന് ഡോക്ടേഴ്സ് വരെ പറഞ്ഞതാണ്. ആകത്തില്ല എന്ന്, നിങ്ങൾ തൈറോയ്ഡ് നോർമൽ റേഞ്ച് ആകാതെ ആകത്തില്ല. പക്ഷേ ഒക്ടോബറിലും ഞാൻ ഇവിടെ വന്നിട്ട് തിരിച്ച് ചെന്ന് തൈറോയ്ഡ് ചെക്ക് ചെയ്യുമ്പോൾ അത് ഹൈ ലെവലിലാണ് നിൽക്കുന്നത്. 200 ഡോസ് തന്നെയായിരുന്നു ഞാൻ കണ്ടിന്യൂസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപ, മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ടെസ്റ്റ് ചെയ്തു, റിസൾട്ട് വന്ന് പോസിറ്റീവ്. അപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് ഗൈനിക്കിനെ പോയി നോക്കാം. അങ്ങനെ ഗൈനിക്കിനെ പോയി കണ്ടു. മാഡം സ്കാൻ ചെയ്ത് നോക്കി. അപ്പോൾ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നത്, എന്നും ഉടമ്പടി എടുത്ത് രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവിൻ്റെ കയ്യിലിരിക്കുന്ന തിരുകുമാരനെ എനിക്ക് തന്ന് എന്നെ അനുഗ്രഹിക്കണമെന്ന്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾക്കൊരു ആൺകുഞ്ഞാണ് തന്നത്. അത് ഈ സെപ്റ്റംബർ 2-ാം തീയതിയാണ് ഡെലിവറി ആയത്. ഇതിനിടയ്ക്ക് ഞാൻ ജനുവരി 19-ാം തീയതി ദുബായിൽ ജോയിൻ ചെയ്തു. ജനുവരി ഞാൻ 19-ന് ജോയിൻ ചെയ്ത് 24-ാം തീയതി ഞാൻ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുന്ന അന്ന് ഇതുവരെ എനിക്കില്ലാത്ത അലർജി അടിച്ചു. ഗോതമ്പ് ഞാൻ കുഞ്ഞിലേ മുതൽ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അന്ന് രാവിലെ അവിടെ ചെന്ന് ഞാൻ പാക്കറ്റ് ഫുഡ് ചപ്പാത്തി മേടിച്ചു കഴിച്ചു. ഞാൻ ക്ലിനിക്കിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ മെയിൻ റോഡിൽ വെച്ച്, വെളിരാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കറിയാം, അവിടെ വെളിയിൽ വഴി വീണ് പോയി കഴിഞ്ഞാൽ ഒരു കുഞ്ഞുങ്ങൾ തിരിഞ്ഞു നോക്കത്തില്ല. ഞാൻ അലർജി അടിച്ചു, റോഡിൽ വീഴുന്ന അവസ്ഥയായി. എങ്ങനെയൊക്കെയോ ഞാൻ ഒരു വിധത്തിൽ ക്ലിനിക്കിനകത്ത് ചെന്നു. അവരോട് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. അപ്പോഴേ ഞാൻ പറഞ്ഞു ഞാൻ കൺസീവാണ് എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അന്നേരം തന്നെ ബോധം കെട്ട് വീണു. അപ്പം ആർക്കും എൻ്റെ പേരറിയത്തില്ല, ഞാൻ എവിടെ നിന്നുള്ള ആളാണെന്നറിയത്തില്ല, ഒന്നും എൻ്റെ ഒരു അഡ്രസ്സും ആർക്കും അറിയില്ല. പിന്നെ എൻ്റെ ബാഗിനകത്തുനിന്ന് എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് എടുത്ത്, അവരെൻ്റെ ഫേഴ്സിനകത്തുനിന്ന് ഐഡൻറ്റിറ്റി കാർഡ് എടുത്ത് എൻ്റെ ബ്രദറിനെയും എൻ്റെ ഫ്രണ്ടിനെയും വിളിച്ച് അറിയിച്ച് അവർ വന്നപ്പോഴത്തേക്കിന് അവരോട് പറഞ്ഞു നിങ്ങളുടെ മെഹനെ കിട്ടില്ല, അവളുടെ വീട്ടിൽ അറിയിക്കാനുള്ളവരെല്ലാം അറിയിച്ചോളാൻ പറഞ്ഞു. വെച്ചാൽ എനിക്ക് റെസ്പോൺസ് ഇല്ല, പൾസ് റേറ്റ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഓൾറെഡി ഞാൻ ഒരു സിസ്റ്ററിനോട് പറഞ്ഞായിരുന്നു ഞാൻ കൺസീവാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു കൺസീവാണ്, ഒരു സ്റ്റെറോയിഡ്സും ഒന്നും കൊടുക്കാൻ പാടില്ല. പക്ഷേ ഓൾറെഡി അവർ സ്റ്റെറോയിഡ്സ് എനിക്കിന്നെ കുത്തി വെച്ച് കഴിഞ്ഞായിരുന്നു, ഞാൻ ഈ അലർജി അടിച്ചത് കൊണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ ഒരുപാട് 3 ദിവസം ഞാൻ ICUവിലായി. 3-ാമത്തെ ദിവസം സ്കാനിങ് ചെയ്ത് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റും കുഞ്ഞിന് ജീവനുണ്ടോ എന്നെല്ലാം നോക്കി. കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല. 3-ാം മാസം ഈ സെയിം ഇതുപോലെ തന്നെ 3-ാം മാസം ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിലേക്ക് വരുമ്പോൾ വഴി ഞാൻ വീണു, അലർജി അടിച്ചു. വഴി വീണിട്ട് ഒരു വണ്ടി പോലും നിർത്താതെ പോയി. അന്നും ഞാൻ കിടന്ന കിടപ്പിൽ തന്നെ, ആ റോഡിൽ കിടന്ന കിടപ്പിൽ തന്നെ യൂറിനും പാസ് ചെയ്ത് എനിക്ക് ബോധമില്ലാതെയായി. ഞാൻ ശരിക്കും മരിച്ചു എന്ന് തന്നെ എൻ്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞോളാൻ പറഞ്ഞു. ആരും ഇല്ലായിരുന്നു, ഈവൻ എൻ്റെ കുടുംബക്കാരായിട്ടോ എൻ്റെ ഫ്രണ്ട്സായിട്ടോ ആരും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, ആരും കൊണ്ടുപോകാനായിട്ടില്ല. ഹോസ്റ്റൽ റൂമിലുള്ള ചേച്ചിമാർ വെളിയിൽ വഴിയിലിറങ്ങി വന്നിട്ട് വണ്ടി വിളിക്കാൻ നോക്കിയിട്ട് ആരും വണ്ടി നിർത്തുന്നില്ല. അവിടെ ഗൾഫ് രാജ്യങ്ങളിൽ വണ്ടി നിർത്താൻ എല്ലാവർക്കും പേടിയാണ്. ടാക്സി നിർത്തുന്നില്ല, വണ്ടി കൈ കാണിച്ച് നോക്കിയിട്ട് ആരും നിർത്തുന്നില്ല. എല്ലാവരും വഴിയുടെ നടുക്കിറങ്ങി നിന്ന് വണ്ടി ആരോ വന്ന് നിർത്തി അവരെന്നെ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേന് പറഞ്ഞു കിട്ടില്ല, പോയി വീട്ടുകാരെ അറിയിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഓൾറെഡി അവർ പറയുന്നുണ്ട് 3 മാസം പ്രഗ്നൻ്റാണ്, കുഞ്ഞുണ്ട്, നോക്കാൻ പറയണമെന്ന്. പക്ഷേ ഓൾറെഡി അവിടെ ചെല്ലുന്നതിന് മുമ്പ് ഇതുപോലെ തന്നെ സ്റ്റിറോയിഡ്സ് അവരെനിക്ക് അലർജി അടിച്ചുകൊണ്ട് സ്റ്റിറോയിഡ്സ് എടുത്തിരുന്നു. അപ്പോഴും ഞാൻ ബോധം വീണിട്ടില്ല. 3-ാമത്തെ ദിവസമാണ് അന്ന് എനിക്ക് ബോധം തിരിച്ച് വീഴുന്നത്. അപ്പോൾ ഞാൻ ICUവിലാണ്. ICU കിടന്നപ്പോഴും ഞാൻ ചോദിച്ചത് മേഡം എൻ്റെ കുഞ്ഞ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അവർ തന്നെ പറഞ്ഞു സ്കാനിങ് ചെയ്തു, കുഞ്ഞിന് ഇതുവരെയും ഒരു കുഴപ്പമില്ല, കുഞ്ഞിന് ഹാർട്ട് ബീറ്റും കുഞ്ഞിൻ്റെ എല്ലാ രീതിയിലുള്ള വളർച്ചയും ഒരു കുഴപ്പമില്ലാതെ നോർമലായിട്ട് കിട്ടി എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് ഒരു വിധത്തിൽ ഞാൻ അവിടുന്ന് ഒത്തിരിയേറെ ഞാൻ മാതാവിനെ വിളിച്ച് ഞാൻ എന്നും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 6-ാം മാസമായി. എനിക്ക് വേറെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരുമില്ലായിരുന്നു. ഞാൻ എക്സാം എഴുതാതെ പോയത് കൊണ്ട് എനിക്ക് ഹാഫ് സാലറി ആയിരുന്നു അവിടെ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ ക്ലിനിക്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാരൊക്കെ പറഞ്ഞു നീ എന്ത് റിസ്ക് എടുത്തിട്ടാണ് നീ ഇവിടെ ഡെലിവറി എടുക്കാൻ നോക്കുന്നതെന്ന് വെച്ചാൽ 1 ഇയർ ആകാതെ എനിക്ക് ലീവ് കിട്ടത്തില്ലെന്ന് ഓൾറെഡി അവർ പറഞ്ഞു. അപ്പം ഓരോ മാസം കഴിയും തോറും എൻ്റെ ആരോഗ്യസ്ഥിതിയും മോശമായിക്കൊണ്ടിരിക്കുക. തൈറോയിഡിന് ടാബ്ലറ്റും എടുക്കുന്നു, ആ കൂട്ടത്തിൽ ഡെലിവറിയുടെ പ്രഷറും എല്ലാം കൂടെ ആയപ്പം എൻ്റെ ഓരോ ദിവസം ചെല്ലുന്നവർ എൻ്റെ ആരോഗ്യസ്ഥിതി വീണ്ടും ഡൗൺ ആയിക്കൊണ്ടിരിക്കുക. അപ്പം എല്ലാവരും പറഞ്ഞു ആരെങ്കിലും ഒന്നെങ്കിൽ നീ ഇവിടെ നിനക്ക് സപ്പോർട്ടായിട്ട് ആരെങ്കിലും ഒരാളെ നിർത്തണം, അല്ലെങ്കിൽ നിൻ്റെ വീട്ടിൽ നിന്ന് പേരൻസിനെ കൊണ്ടുവരണം.
എൻ്റെ ഫ്രണ്ട്സായിട്ടും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാവരും എന്നോട് ചോദിച്ചു, നീ നിൻ്റെ ഈ സാലറിക്ക് എങ്ങനെ നീ മാനേജ് ചെയ്യും? ഞാൻ റൂമിൽ വന്നിരുന്ന് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എന്നെ സഹായിക്കാൻ ആരുമില്ല, അതുകൊണ്ട് എൻ്റെ എല്ലാ കാര്യവും ഞാൻ മാതാവിൻ്റെ കയ്യിലേൽപ്പിക്കുക. മാതാവ് എനിക്ക് തരുന്ന തിരുകുമാരനെ. അപ്പോൾ സ്കാനിങ് അവിടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ, ഞാൻ ഓൾറെഡി സ്കാനിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു ജെൻഡർ ഏതാണെന്നുള്ളത്. ഓൾറെഡി അന്നേരം ഡോക്ടർ എന്നോട് പറഞ്ഞു മെയിൽ ബേബി ആണ് എന്ന് പറഞ്ഞു. അന്ന് അത് അറിഞ്ഞതോട്, ആ മെയിൽ ബേബി അന്ന് പറഞ്ഞപ്പം തന്നെ എൻ്റെ മനസ്സിൽ വന്നത് മാതാവ് എനിക്ക് തിരുകുമാരനെ എനിക്ക് തന്നു, എനിക്ക് വേണ്ടിയിട്ട് തന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മാതാവിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് തന്ന തിരുകുമാരനെ നോക്കാൻ വേണ്ടിയിട്ട് ആരാണെന്ന് എനിക്ക് അറിയില്ല, ആരെയാണെങ്കിലും എനിക്ക് തന്നേ പറ്റൂ. എനിക്ക് സപ്പോർട്ട് ചെയ്യാനോ അല്ല എന്നെ ഹെൽപ്പ് ചെയ്യാനോ ആരുമില്ല, സാമ്പത്തികമായിട്ടും ഇല്ല, ആരോഗ്യപരമായിട്ടും ഇല്ല. അതുകൊണ്ട് മാതാവ് തന്നെ എനിക്ക് ആരെങ്കിലും അയച്ച് എന്നെ സഹായിക്കണമെന്ന്. എല്ലാവരും നോക്കി, എല്ലാവരും ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു, നീ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യും, ഞങ്ങൾക്കിത് കാണണം എന്നുള്ള. എന്നെ ഒത്തിരി പേര്, എൻ്റെ കുടുംബക്കാരായിട്ടും ഫ്രണ്ട്സായിട്ടും ഒത്തിരി പേര് എന്നെ പുച്ഛിക്കുക വരെ ചെയ്തു, ഞങ്ങൾക്കൊന്ന് കാണണം, നീ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ഞങ്ങൾക്കൊന്ന് കാണണം എന്ന്. അവരുടെ എല്ലാവരുടെ മുമ്പിൽ ഒരു കുഴപ്പമില്ലാതെ എനിക്കെൻ്റെ പപ്പായെയും മമ്മീനെയും രണ്ടുപേരെയും അവിടെ കൊണ്ടുവന്ന് നിർത്താനും 2 മാസത്തെ വിസ എടുത്ത് നിർത്താനും ദൈവത്തിൻ്റെ കൃപ കൊണ്ടും മാതാവിൻ്റെ ഒരാളുടെ സപ്പോർട്ട് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് മാത്രം എനിക്ക് അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു കിട്ടി. 40ാമത്തെ വീക്കിൽ ഡെലിവറി ആണ്ട എനിക്ക് 36ാമത്തെ വീക്കിൽ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു തൈറോയ്ഡ് കൂടുതലാണ്, കുഞ്ഞിന് റിസ്ക് ആണ്. അപ്പോൾ എൻ്റെ പപ്പായും മമ്മിയും അവിടെ വന്നപ്പം തന്നെ അവരുടെ മുമ്പിൽ വെച്ച ഡോക്ടർ ഇത് പറയുന്നത്. അവർക്കും പേടി, കുഞ്ഞിനെന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടാകുമോ, അല്ലെ എനിക്ക് റിസ്ക് ഉണ്ടാകുമോ. അവരും ഭയങ്കര കരച്ചിലും ഭയങ്കര എല്ലാവരും അങ്ങ് ഭയങ്കര ഡൗൺ ആയിപ്പോയി. പക്ഷേ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാതാവിൻ്റെ തിരുകുമാരനെ എനിക്ക് തന്നിരിക്കുന്ന ആരോഗ്യത്തോടുള്ള ഒരു കുഴപ്പവും ഇല്ലാത്ത ഒരു പൈതലിനെ, ഒരു ആൺകുഞ്ഞിനെയാണ് എനിക്ക് മാതാവ് തന്നിരിക്കുന്നത്. അതുപോലെ ജോലിയാണേലും ഈ 2 ഉടമ്പടിയായിരുന്നു ഞാൻ അടിച്ചിരിക്കുന്നത്. 2 നിയമങ്ങളും എനിക്ക് മാതാവ് നിവർത്തിച്ച് തന്നു. അതുപോലെ എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മിക്കാണേലും പപ്പായ്ക്കാണേലും, മമ്മിക്ക് ഒത്തിരി ആരോഗ്യപരമായിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ വന്ന് ഇത് പറയുകയും ഒത്തിരി ആരോഗ്യ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോഴൊക്കെ എന്നോട് പറയുന്നത് എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നത്. പക്ഷെ ഞാൻ ആരോടും ഒന്നും ഞാൻ പറഞ്ഞില്ല. എനിക്ക് മാതാവ് തന്ന അനുഗ്രഹം എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് എന്നാലാവുന്ന വിധം എനിക്ക് എത്ര സാലറി കിട്ടുന്നോ അതിൻ്റെ പകുതി ഞാൻ അന്നേരം എടുത്ത് എന്നെ കൊണ്ട് പറ്റുന്ന പാവപ്പെട്ടവർക്കാണെങ്കിലും ആഹാരം ഇല്ലാത്തവർക്കാണെങ്കിലും ഞാൻ ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യുകയും രാവിലെയും വൈകിട്ടും മാതാവിൻ്റെ ജപമാല ചൊല്ലുകയും ബൈബിള് വായിക്കുകയും കിട്ടുന്ന സമയത്തെല്ലാം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ എൻ്റെ വീട്ടിലാണെങ്കിലും മാതാവിനും പിതാവും അവർ സന്ധ്യയ്ക്ക് പണ്ട് മുതലേ അവർ സന്ധ്യയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോഴത്തേക്കിന് എന്തോ ഒരു പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ എന്നാലും അവർക്ക് അത്ര വലിയ വിശ്വാസമില്ലായിരുന്നു. പക്ഷെ ഞാനിത് എൻ്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നും ആരുണ്ടായാലും ഇല്ലേലും അവരെ പ്രാർത്ഥിക്കുന്ന കറക്റ്റ് സമയത്ത് അവരും ഇപ്പോൾ ഇരുന്നുകൊണ്ട് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇതെൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഒത്തിരി മറക്കാൻ പറ്റാത്ത ഒത്തിരി മാതാവ് എനിക്ക് അനുഗ്രഹം ചെയ്തു തന്നതാണ്. അതിന് മാതാവിന് 1000 സ്തുതി. ജ്ഞാനത്തിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, അങ്ങിച്ഛിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും നിലനിൽക്കുമോ? അങ്ങ് അസ്തിത്വം നൽകിയില്ലെങ്കിൽ എന്തെങ്കിലും പുലരുമോ? ജീവനുള്ളവയെ സ്നേഹിക്കുന്ന കർത്താവെ, സർവവും അങ്ങയുടേതാണ്, അങ്ങ് അവയോട് ദയ കാണിക്കുന്നു. കുഞ്ഞുങ്ങളുടെ സാക്ഷ്യം ഈ അൾത്താരയിൽ ഇന്ന് എത്രയോ ദമ്പതികൾ വന്ന് പങ്കുവെച്ചു. 10 വർഷമായിട്ട് തനിക്ക് കുഞ്ഞുങ്ങളില്ലെന്നും തൻ്റെ തൈറോയിഡ് അതെത്രമാത്രം സിവിയർ ആണെന്നും കുഞ്ഞുങ്ങളുണ്ടാകാനേ സാധ്യതയില്ല, തൈറോയിഡിന് മെഡിസിൻ എടുക്കുന്നു, വീണ്ടും ഉടമ്പടി എടുത്തതിന് ശേഷം കൺസീവായി, പിന്നീട് ഈ മകൾക്കുണ്ടായ ഓരോ ബുദ്ധിമുട്ടുകൾ, എത്ര പ്രാവശ്യമാണ് സ്റ്റിറോയിഡ് ഈ മകൾക്ക് എടുക്കുന്നത്, ഇതൊന്നും കുഞ്ഞിനെ ബാധിക്കാത്ത രീതിയിലൊക്കെ പരിശുദ്ധ അമ്മയുടെ കാപ്പയിൽ എങ്ങനെയാണ് തന്നെയും തൻ്റെ കുഞ്ഞിനെയും പൊതിഞ്ഞ് സൂക്ഷിച്ചത് എന്നുള്ള സാക്ഷ്യമാണ് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്. അങ്ങനെ ഓരോ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ ഓരോ സമയത്തും അമ്മയുടെ സംരക്ഷണം തനിക്കുണ്ടായിരുന്നു. ഡോക്ടേഴ്സ് പറയുന്നതല്ല അവിടെ നടന്നുകൊണ്ടിരുന്നത്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഉടമ്പടി എടുത്തത് മുതൽ തൻ്റെ ജീവിതത്തിൽ നടന്നതൊക്കെ അമ്മയും ഈശോയും ആഗ്രഹിച്ചത് പോലെ ഉള്ള കാര്യങ്ങളാണെന്ന് ബോധ്യത്തോടെ പറയുന്ന
ഈ മകളോടൊപ്പം ജീവനുള്ളവയ്ക്ക് അസ്തിത്വം നൽകുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ, അതായത് ദൈവം ഇച്ഛിക്കാതെ ഒന്നും നിലനിൽക്കുകയില്ല എന്നാണ് തിരുവചനം നമ്മോട് പറയുന്നത്. ഒന്നും ആകസ്മികമല്ല, എല്ലാം ദൈവത്തിൻ്റെ പദ്ധതികൾ മാത്രമാണ്. നമുക്ക് കിട്ടുന്ന കൃപകളെക്കുറിച്ച് നമുക്ക് നന്ദിയുള്ളവരാകാം. വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ഇനിയും മറ്റുള്ളവർക്ക് നാം ഒരു മാതൃകയാകുവാനും നമ്മുടെ ജീവിതം തന്നെ ഒരു സാക്ഷ്യമാകുവാനും ദൈവം ഇടവരട്ടെ. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം.